മോഹൻലാലിന്റെ സ്ഥിരം സർക്കിളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു സിനിമ ചെയ്യണമെന്നുള്ളത് എല്ലാ പ്രേക്ഷകരുടെയും ഒരു ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് മോഹൻലാൽ തന്നെ മാറിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ സിനിമാ ലൈനപ്പുകൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നതും. പറഞ്ഞു വരുന്നത് അവസാനം ഇറങ്ങിയ ബറോസിനും ഈ ഒരു പ്രശ്നം തന്നെയാണ് സംഭവിച്ചത് എന്ന് പ്രേക്ഷകർ പോലും അവരുടെ ഒരു അഭിപ്രായത്തിൽ പറയുന്നു. ഒന്ന് നോക്കിയാൽ അത് ശരിയാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഈ ചിത്രങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ ഒരു കാലഘട്ടത്തിൽ ഗംഭീര സംവിധായകരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെയായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ സമൂഹത്തിലേക്ക് അവരുടെ കഥകൾ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. ബറോസിന്റെ കാര്യം എടുത്താലും അവിടെയുമുണ്ട് ആ ഒരു പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരും. ലാലേട്ടന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് TK രാജീവ്കുമാർ പോലെയുള്ള ഔട്ട്ഡേറ്റഡ് ആയവരെ അവരുടെ എക്സ്പീരിയൻസിന്റെ പേരിൽ അടുപ്പിക്കുന്നതാണ്. ഇതായിരുന്നു ഒരു പ്രേക്ഷകന് പറയാനുണ്ടായിരുന്നത്. ഇവരെ പോലെ കാലത്തിന് അനുസരിച്ച് മാറാത്തവർക്ക് ഇപ്പോഴും എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്നൊക്കെ ലാലേട്ടൻ വിശ്വസിക്കുന്നതാണ് ഏറ്റവും ദുഃഖകരമെന്നും അവർ പറയുന്നു. അതിന്റെ പണി ബറോസിലൂടെ തിരികെ കിട്ടുകയും ചെയ്തു. ബറോസിന്റെ സ്ക്രിപ്റ്റിൽ TK രാജീവ്കുമാറും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പഴമ ആ ചിത്രത്തിന് ഉണ്ടായി എന്നത് കാണാൻ കഴിയുന്നു. സ്ക്രിപ്റ്റിൽ വേണ്ട രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നെങ്കിൽ ചിത്രം വേറെ ലെവലിലേക്ക് സംഭവിച്ചേനെ എന്നതും കൂടി പ്രേക്ഷകർ എടുത്തു സൂചിപ്പിക്കുകയാണ്. ഇവരെയൊക്കെ നൈസായിട്ട് ഒഴിവാക്കി വിട്ടാൽ തന്നെ നല്ലത്. നല്ല സിനിമകളൊക്കെ പണ്ട് തന്നിട്ടുണ്ട്, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇവർക്കൊന്നും ചെയ്യാനില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ മോഹൻലാൽ യങ് ഡയറക്ടേഴ്സിനൊപ്പം ചേരണം എന്നവർ പറയുമ്പോൾ മോഹൻലാൽ ചേരുക തന്നെ ചെയ്യുകയാണ് മോഹൻലാലിന്റെ ഈ 2025 കടക്കുമ്പോൾ കാണാൻ കഴിയുന്നതും. അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ മോഹൻലാൽ മാറ്റി നിർത്തി ഒരു പുതിയ സിനിമാ രീതിയിലേക്ക് സഞ്ചരിക്കാൻ പോകുന്നു. പുതിയ പ്രതീക്ഷകളുമായി പുതുവത്സരം വന്നെത്തിയിരിക്കുകയാണ്. മലയാള സിനിമാ ലോകത്തും പുത്തൻ പ്രതീക്ഷകളുമായി 2025 ഒരുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം, അതായത് 2024, മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ച് മറക്കാൻ ശ്രമിക്കുന്ന ഒരു വർഷമാണ്. ആരാധകർക്കും അത് അങ്ങനെ തന്നെയാണ്. ഏറ്റവും മികച്ച നടൻ ആയിട്ടുകൂടി കഴിഞ്ഞ വർഷം ഫ്ലോപ്പ് സിനിമകളുടെ ലിസ്റ്റിലും മുടക്കുമുതൽ പോലും തിരിച്ചു പിടിക്കാത്ത പടങ്ങളുടെ കൂട്ടത്തിലും മോഹൻലാൽ സിനിമകളാണ് മുന്നിൽ. എന്നാൽ വിമർശനങ്ങൾക്കിടയിൽ എന്നും മനോഹരമായി തിരിച്ചുവരുന്ന മോഹൻലാലിന് മികച്ച സംവിധായകരുടെ കൂടെ പ്രതീക്ഷകൾക്ക് വക നൽകുന്ന സിനിമകളാണ് ഈ വർഷം കാത്തിരിക്കുന്നത്. ഈ വർഷത്തെ പ്രോജക്റ്റുകൾ മാത്രമല്ല, അടുത്ത വർഷത്തേക്കുള്ള വമ്പൻ പ്രോജക്റ്റുകളുടെ ഷൂട്ടിങ്ങും ഈ വർഷം തന്നെ നടക്കും. ഈ വർഷം ആദ്യം തിയേറ്ററിൽ എത്താൻ പോകുന്ന മോഹൻലാൽ സിനിമ തുടരും എന്ന ചിത്രമാണ്. ജനുവരി 30 സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. പുതുതലമുറ സംവിധായകനായ തരുൺമൂർത്തിക്കൊപ്പം മോഹൻലാൽ ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത്. ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് ചിത്രത്തിൽ മോഹൻലാൽ വേഷമിടുന്നത്. എന്നൊക്കെ സാധാരണക്കാരനായ കഥാപാത്രമായി മോഹൻലാൽ എത്തിയിട്ടുണ്ടോ ആ സിനിമകളെല്ലാം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റുകൾ ആവാറുണ്ട്. മലയാളത്തിലെ പ്രിയപ്പെട്ട താരജോഡികളായ മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും തുടരും എന്ന സിനിമയ്ക്കുണ്ട്. തുടരും ഓളം തീർത്ത് കടന്നു പോകുമ്പോൾ പിന്നാലെ തിയേറ്ററിൽ എത്തുക എമ്പുരാനാണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയായും അബ്രഹാം ഖുറേഷിയായും വിസ്മയിപ്പിക്കാൻ മോഹൻലാൽ മാർച്ച് 27 സ്ക്രീനിലേക്ക് എത്തുക. ഇന്റർനാഷണൽ ലെവലിൽ പാൻ വേൾഡ് സിനിമയാണ് പൃഥ്വിരാജ് എമ്പുരാൻ ഒരുക്കുന്നത്. പിന്നീട് ഏപ്രിൽ മാസത്തിൽ മറ്റൊരു പാൻ ഇന്ത്യൻ സിനിമയാണ് മോഹൻലാലിന്റേതായി തിയേറ്ററിൽ എത്താൻ പോകുന്നത്. വിഷ്ണു മഞ്ജു നായകനാവുന്ന കണ്ണപ്പ എന്ന സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കാമിയോ റോളിലാണ് മോഹൻലാൽ വേഷമിടാൻ ഒരുങ്ങുന്നത്. കിരാത എന്നാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര്. ഏറ്റവും ധീരനായ പോരാളി, പരമഭക്തൻ എന്ന ടാഗ് ലൈനോടെയാണ് മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ എത്തിയത്. സിനിമയിൽ ഗംഭീര റോളിലാണ് മോഹൻലാൽ എത്തുന്നത് എന്നാണ് പോസ്റ്റർ വ്യക്തമാക്കിയതും. ഏപ്രിൽ 25 മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തുക. ഇതിനു പിന്നാലെ മറ്റൊരു പാൻ ഇന്ത്യൻ സിനിമ കൂടി മോഹൻലാലിന്റേതായി തിയേറ്ററിലേക്ക് എത്തും. ഒരു യോദ്ധാവിന് സമാനമായ കയ്യിൽ വാളേന്തി നിൽക്കുന്ന മോഹൻലാലായിരുന്നു സിനിമയിൽ നിന്നും എത്തിയ ആദ്യ ചിത്രത്തിൽ എത്തിയത്. നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന ചിത്രം അച്ഛൻ മകൻ സ്നേഹബന്ധത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥ പറയുന്നു. ഋഷഭ എന്ന സിനിമ 200 കോടി ബജറ്റിൽ ഇറങ്ങുന്ന സിനിമയാണിത്. റിലീസ് പ്രഖ്യാപിച്ചുകൊണ്ട് ചിത്രത്തിന്റെ വിവരങ്ങൾ അടുത്തിടെ മോഹൻലാൽ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിരുന്നു. ഋഷഭ ഈ വർഷം ഒക്ടോബർ 16 റിലീസിന് എത്തുന്നത്. ഈ സിനിമകൾ കൂടാതെ സിനിമാ പ്രേമികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന പ്രോജക്റ്റുകളും ഈ വർഷം മോഹൻലാലിന്റേതായി ഒരുങ്ങുന്നുണ്ട്. അതിലൊന്നാണ് സംവിധായകൻ ജിത്തു മാധവനൊപ്പമുള്ള സിനിമ. മോഹൻലാലിന്റെ 361ാമത്തെ സിനിമയാണ് രോമാഞ്ചം, ആവേശം എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ ജിത്തു മാധവൻ ഒരുക്കുക. മോഹൻലാൽ തന്നെയാണ് ഈ സിനിമ പ്രഖ്യാപിച്ചത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ ഒരു ഗംഭീര റോളിൽ മോഹൻലാൽ എത്തുന്നുണ്ട്. മമ്മൂട്ടിക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന റോളിലാണ് മോഹൻലാൽ എത്തുക. കുഞ്ചാക്കോവൻ, ഫഹദ് ഫാസിൽ തുടങ്ങിയ താരങ്ങളും ഈ സിനിമയുടെ ഭാഗമാണ്. അടുത്തിടെ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ലുക്ക് പുറത്തു വന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിയിരുന്നു. ഇനി മോഹൻലാലും ഫഹദ് ഫാസിലും കുഞ്ചാക്കോവന്റെയും ഒക്കെ ലുക്ക് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വ്യത്യസ്തമായ ലുക്കുകൾ പ്രതീക്ഷിക്കുന്നതുമുണ്ട്. ശ്രീലങ്കയിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് സ്ക്രീനിൽ എത്തിയാൽ അത് ആഘോഷം തന്നെയാണ്. ഇൻഡസ്ട്രി ഹിറ്റ് നേടുമെന്ന് ഇരു കൂട്ടരുടെയും ഫാനുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും സിനിമകളുമായി മോഹൻലാൽ ഈ വർഷം അങ്ങ് എടുക്കുമ്പോൾ അടുത്ത വർഷം ആദ്യം തന്നെ അൻവർ റഷീദിനൊപ്പം കിടിലൻ ചിത്രവുമായി താരം വീണ്ടും സ്ക്രീനിലെത്തും എന്നാണ് അഭ്യൂഹങ്ങൾ. മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടനാണ് മോഹൻലാൽ. കഴിഞ്ഞ വർഷം ബറോസ് അടക്കം കണ്ട് കണ്ണീരോടെ സിനിമാ പ്രേമികൾ തിയേറ്റർ വിട്ടതെങ്കിൽ ഈ വർഷം കൈയടികളോടെ മോഹൻലാലിനെ ആഘോഷിക്കുക തന്നെ വേണ്ടിവരും.